സോ ഗൈസ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പോസ് ചെയ്തിട്ട് ഇത് ആൻസർ ചെയ്യാനൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സോ നേരത്തെ നമ്മൾ കാണിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണിത്. അതിൻ്റെ വേണ്ട ഇക്വേഷൻസ് ആണിത് ആൻഡ് അതിൻ്റെ സൊല്യൂഷനാണ് ഈ കിടക്കുന്നത്. ജസ്റ്റ് പോസ് ചെയ്തിട്ടൊന്ന് വായിച്ച് നോക്കണേ, അപ്പോഴത്തേക്കത് മനസ്സിലാവും. നമുക്ക് ചെയ്ത് നോക്കാം. ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഈസ് ഗിവൺ ബൈ by is equal to 3 into 10 raised to minus 7 sin 10 raised to 3x plus 3 into 10 raised to 11t, where x is in meter and t is in second. The wavelength of the electromagnetic wave is, അതായത് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ വേവ് ലെങ്ത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷനാണ് ഇതായി കിടക്കുന്നത്. ഇത് കാണാതെ പഠിക്കണേ. ബി ഈസ് ഈക്വൽ ടു B0 സൈൻ KX മൈനസ് ഒമേഗ ടി. ബി ഈസ് ഈക്വൽ ടു B0 സൈൻ KX മൈനസ് ഒമേഗ ടി. വേറെ കെ എന്ന് പറയുന്നത് വേവ് നമ്പറാണ്. ഓക്കെ, കെയിൻ്റെ മറ്റൊരു ഇക്വേഷനാണ് കെ ഈസ് ഈക്വൽ ടു 2π/λ. ഓക്കെ, ആൻഡ് ഈ കിടക്കുന്ന ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസി ആണ്. ഓക്കെ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, എങ്കിലും നമ്മളൊരു ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതിൻ്റെ എല്ലാ കൺസെപ്റ്റും പഠിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ഇനി നമ്മളിപ്പോൾ ഈ ചെയ്യാൻ പോകുന്നത് നമുക്ക് വേണ്ടത് ഈ ലാംഡയാണ്. ഓക്കെ, ഈ എക്സ്പ്രഷൻ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. by ഈസ് ഈക്വൽ ടു അത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം B0 സൈൻ KX പ്ലസ് ഒമേഗ ടി. KX മൈനസ് ആണ്, ഇവിടെ ഒമേഗയുടെ വാല്യൂ ഇപ്പോൾ മൈനസ് ആണ് വരുന്നത്, അതുകൊണ്ടാണ് ഇവിടെ നടുക്ക് പ്ലസ് വന്നത്. ഓക്കെ, ഈ ഇക്വേഷനിൽ ഇവിടെ മൈനസ് ആണ് വരുന്നത് കേട്ടോ, അത് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഇവിടെ KX, അപ്പോൾ കെയിൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് മനസ്സിലായി 10⁻³ ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ K ഈസ് ഈക്വൽ ടു 2π/λ ആണ് നമ്മൾ നേരത്തെ പഠിച്ചു. ഈസ് ഈക്വൽ ടു 10⁻³ ഇവിടെ നമുക്ക് വേണ്ടത്, നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇവിടെ വേവിൻ്റെ വേവ് ലെങ്ത് ലാംഡയാണ്. ലാംഡ ഈസ് ഈക്വൽ ടു അത് ഇങ്ങോട്ടേക്ക് ഇടുമ്പോഴത്തേക്കും 2π/10⁻³ കിട്ടും. അത് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും ലാംഡ ഈസ് ഈക്വൽ ടു 6.28 into 10⁻³ മീറ്റർ എന്ന് കിട്ടും. മീറ്ററിന് സെൻറ്റിമീറ്റർ ആക്കാൻ നമുക്കറിയാം, ഒരു 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ 0.63 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അത് ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ അലനിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു, അലൻ്റെ മോക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. അവിടെ അത് ആൻസർ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഇതും പോസ് ചെയ്തിട്ട് നിങ്ങൾക്കത് ചെയ്യാം.